ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഷവർമ മക്രോണിയാണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനു മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1 കപ്പോളം മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വേവിക്കുമ്പോൾ കുറച്ചധികം തന്നെ വെള്ളം വെക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് വെന്ത് കഴിയുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അതുകൊണ്ട് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ കുക്കായിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ ഏകദേശം 90% ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് വെന്തുടയാൻ നിന്നാൽ നമുക്കിത് മിക്സ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഏകദേശം ഒരു 90% വേവായാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊരു അരിപ്പയിലേക്ക് മാറ്റാം. അപ്പോൾ അരിപ്പയിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ കുറച്ചുകൂടി വെള്ളം തണുത്ത വെള്ളം കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ അതുപോലെ നല്ല പെട്ടെന്ന് തന്നെ തണുത്തും കിട്ടും നമ്മുടെ മക്രോണി. അതിപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അതായത് ഒരു 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കാണ്, ഒരു 1/4 കപ്പ് തന്നെ ക്യാപ്സിക്കോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് തക്കാളി വേണം, ഒരു 1/4 കപ്പ്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ തക്കാളിയാണ്. പിന്നെ ഒരു 1/2 കപ്പോളം ക്യാബേജ്, 1/2 കപ്പോളം കക്കിരി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കൂടുതലും കുറച്ചുമായിട്ട് എടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് മയണൈസാണ് വേണ്ടത്. മയണൈസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല തിക്കായിട്ടുള്ള മയണൈസിൻ്റെ റെസിപ്പി ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളകാണ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പച്ചമുളക് ഇഷ്ടമുള്ളൊരു പച്ചമുളക് ചേർക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ ഫ്രൈ ചെയ്ത ചിക്കനാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി മിക്സാക്കി എടുത്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്തും കൊടുക്കുക. അതുപോലെ മയണൈസ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2 ടേബിൾ സ്പൂണിലും കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ബാലൻസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. പിന്നെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്